നീറ്റ് 2025 അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികളുടെ ഒരുപാട് പേരുടെ കമൻസ് മെസ്സേജസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നീറ്റ് 2025 നീറ്റ് 2024 പോലെ തന്നെ ഹൈ സ്കോറിംഗ് ആയിരിക്കുമോ? സോ ഈ ഹൈ സ്കോറിംഗ് ആകുമ്പോൾ ഞാൻ ഈ വർഷം ട്രൈ ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഇയർ വേസ്റ്റ് ആയി പോകാൻ ചാൻസസ് ഇല്ലേ, അല്ലെങ്കിൽ അത്ര തന്നെ എനിക്ക് സ്കോർ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് 2025 ട്രൈ ചെയ്യാൻ പോകുന്ന കുട്ടികളുടെ ഒരുപാട് കൺഫ്യൂഷൻ. സോ ഈ വീഡിയോയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് ഈ ഹൈ സ്കോറിംഗ് എക്സാം ആയി കഴിഞ്ഞാൽ എനിക്ക് അത്ര തന്നെ സ്കോർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻസ് ഭയങ്കര ഫ്ലാറ്റ് ആയി പോകുന്നില്ല, എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ പീരീഡിലല്ലേ നിൽക്കുന്നത്, എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ്നെസ് കുറവല്ലേ എന്നുള്ള ജെന്യൂൻ ആയിട്ടുള്ള ചിന്താഗതി അവിടെ വരുന്നുണ്ട്. സോ അതിനെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ആക്ച്വൽ സിറ്റുവേഷൻ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുട്ടികളുടെ ഈ ഒരു കൺസേൺ വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. 2024 നല്ല മാർക്ക് വന്നിട്ടുണ്ട്. സോ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇത്രയധികം മാർക്ക് വരുന്ന സമയത്ത് ഞാനൊരു വർഷം ട്രൈ ചെയ്യുമ്പോൾ ആ ഒരു ട്രൈയിങ് നമ്മുടെ പഠനത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമല്ല, എക്സാം ഡേയിലെ നമ്മുടെ മൈൻഡ് സെറ്റ്, അന്നത്തെ ഡേയിലെ നമ്മുടെ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്യുമോ എന്നുള്ളതാണ്. സോ ഈ വർഷത്തെ എക്സാമിൻ്റെ ആദ്യം ഒരു അനലൈസിങ് പറയാം. നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എക്സാം സിമ്പിൾ ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു മോഡറേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ മുന്നത്തെ വർഷത്തിനേക്കാളും ഒരു സ്റ്റെപ്പ് ടഫർ തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് പറഞ്ഞിരിക്കുന്നത്. അത് ക്വസ്റ്റ്യൻ ലെങ്ത് ആണ്, കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഇല്ലായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. സ്റ്റിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ടഫറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു നീറ്റ് 2024 ഉള്ളത്. സ്റ്റിൽ കുട്ടികൾക്ക് എന്തുകൊണ്ട് ഹൈ സ്കോർ വന്നുള്ളത് നമ്മളൊരു പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ കോച്ചിങ് സ്റ്റാൻഡേർഡ് ഹൈ ആയിട്ടുണ്ട്, കുട്ടികൾ പഠനത്തിൻ്റെ സ്റ്റാൻഡേർഡ് കൂടിയിട്ടുണ്ട്. ആൻഡ് ആൾസോ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ടോപ്പയിലടക്കം എനിക്ക് പേഴ്സണലി അറിയുന്ന കുട്ടികളടക്കമുള്ള ആളുകൾ നന്നായി ട്രൈ ചെയ്ത എല്ലാവർക്കും 100% അല്ലെങ്കിൽ 99% ട്രൈ ചെയ്ത എല്ലാവർക്കും കിട്ടിയെന്ന് തന്നെയാണ്. ഈവൺ ദോ അവർ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഴുതുമ്പോൾ മാർക്ക് 650 660 നിൽക്കുന്ന ആളുകൾ മെയിൻ എക്സാം എഴുതുമ്പോൾ 690 700 പോയി എന്ന് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഒരിക്കലും 680 690 വരുന്നൊരു കുട്ടി നേരെ ഷിഫ്റ്റ് ചെയ്ത് സാധാരണ കാണുന്ന പോലെ എക്സാം ഡേയിലെ പാനിക് ആവുന്നത് കാരണം താഴേക്ക് പോയിരിക്കുന്ന കുട്ടികളുടെ എണ്ണം ഏറ്റവും കുറവുള്ള ഇയറാണ് ഈ വർഷം വന്നിരിക്കുന്നത്. സോ ഈവൺ ദോ എൻ്റെ കൺക്ലൂഷൻ എന്താണ്, ഈവൺ ദോ ഹൈ സ്കോറിംഗ് ആണ് പോകുന്നതെങ്കിൽ പോലും നമ്മൾ ഡ്രീമിന് വേണ്ടി നമ്മൾ ചേസ് ചെയ്യുമ്പോൾ ഒരു മിനിമൽ കോമ്പറ്റീഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഈവൺ ആ ഒരു എക്സാം പേപ്പർ ഭയങ്കര സിമ്പിളാക്കി മാറ്റി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കത് അത്ര ഫേവറിങ് ആയിട്ടുള്ള കാര്യമല്ല. എക്സാം മോഡറേറ്റ് ടഫർ സൈഡിലേക്ക് തന്നെയാണ് മൂവ് ചെയ്തിരിക്കുന്നത്, കുറേയധികം ന്യൂമറിക്കൽസ് ഉണ്ട്. സോ ഇതേപോലുള്ള ഒരു എക്സാം തന്നെയാണ് അടുത്ത വർഷം നടക്കുന്നത് പോലും, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു സ്കോർ തന്നെയാണ് അടുത്ത വർഷം ഉണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങൾ സൈഫർ സൈഡിൽ തന്നെയാണ് എപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ്. കാരണം നന്നായി പഠിച്ചിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും നല്ല സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. സോ ആര് കൺഫ്യൂസ്ഡ് ആണ്ട, നിങ്ങൾ ഡ്രീം ചേസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള ചുറ്റുപാടുന്ന കുറേ നെഗറ്റീവ് ടോക്സ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. നീറ്റിനൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണോ, നീറ്റ് ഭയങ്കര സ്കോറല്ലേ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ടോക്സ് വരാനുണ്ട്. ഈ ഭാവിയിലേക്ക് നമുക്ക് ഒരുപാട് ഡോക്ടേഴ്സിന് ആവശ്യമുണ്ട്. നിങ്ങൾ ചെറുപ്പം മുതലുള്ള ഡ്രീം ഈ ഒരു സിംഗിൾ പോയിന്റിൽ വെച്ച് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സോ പേഴ്സണലി എന്നോട് ചോദിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഇത്ര ഹൈ സ്കോറിംഗ് ആകുമ്പോൾ ഞാൻ നീറ്റിന് ചെയ്യുന്നത് നല്ലതാണോ? അത് ഡിപ്പെൻഡ് ചെയ്ത് മാറുന്നില്ല. ചിലപ്പോൾ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെരി സിമ്പിളാക്കി എല്ലാവരും ഒരു ഫ്ലാറ്റ് സ്കോറിലേക്കാണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് റെഡി ആയിരുന്നു. പക്ഷേ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കുറേ മാർക്ക് കൂടാനുള്ള കാരണം കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് കുറവായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ സ്റ്റിൽ പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് വർക്ക് ചെയ്ത കുട്ടികളെ ഫേവർ ചെയ്തിട്ടും ആ കുട്ടികൾക്ക് ഹൈ മാർക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം തന്നെ ആയിരുന്നു. സോ അതിൻ്റെ മെസ്സേജ് വെരി ക്ലിയർ ആണ്. നമ്മൾ ഇതേപോലെയുള്ള ടോക്സിൽ കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾ ആഗ്രഹം നീറ്റ് ആണെന്നുണ്ടെങ്കിൽ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പോവാം. നീറ്റാണ്, ഡോക്ടർ ആവാനാണ് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേപോലത്തെ കോമ്പറ്റീഷൻ നിങ്ങൾ നേരിടണം. ആൻഡ് കോമ്പറ്റീഷനിൽ വന്നിരിക്കുന്ന ഏറ്റവും ഹാപ്പി ന്യൂസ്, കോമ്പറ്റീഷൻ ചെയ്തിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ല സ്കോർ വാങ്ങിക്കാൻ തന്നെ പറ്റിയിട്ടുണ്ട്. ഈവൺ ദോ 650 660 നമ്മൾ പ്രാക്ടീസ് എക്സാമിലോ മോക്ക് എക്സാമിലൊക്കെ ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് 700 705 711 എത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ തന്നെയാണ് അതിൻ്റെ റീസൺ ആയിട്ട് വരുന്നത്. സോ നിങ്ങളൊരു ഹൈ സ്കോറിങ്ങിന് വേണ്ടി ഇപ്പം തന്നെ ട്രൈ ചെയ്യുക. നന്നായി പ്രിപ്പയർ ചെയ്ത് എല്ലാ കുട്ടികളെയും ഫേവർ ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ്. ഈവൺ ആ എക്സാം ദിവസത്തെ പാനിക്കിങ് വരുന്ന സാധനങ്ങൾ വളരെ കുറവ് വന്നൊരു ഇയർ ആണ് എന്ന് വേണം എനിക്ക് ഈ വർഷത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളിയായി പ്രിപ്പയർ ചെയ്യുക, ചുറ്റുപാടുള്ള നെഗറ്റീവ് ടോക്സ് ഒന്നും എടുക്കാതിരിക്കുക, അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. ഓൾ ദ വെരി ബെസ്റ്റ്.